ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:30 ഞാൻ കുറച്ച് എഡിറ്റിങ്ങൊക്കെ ചെയ്യാനായിട്ട് നേരത്തെ എണീറ്റാണ്. അപ്പോൾ ഒരാൾ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ട് ഹോംവർക്ക് പെൻഡിങ്ങൊക്കെ ഉള്ളത് തീർക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോഴേക്ക് മനസ്സാർ എണീറ്റ് സാറിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. രാവിലെ എണീക്കേണ്ട കാര്യത്തിൽ എനിക്ക് ഇവനെ പുഷ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഇപ്പോഴും ഉണ്ട്. റെഡിയായി വരുന്നേ ഉള്ളൂ. നല്ല ഇൻഫെക്ഷൻ ആയിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇഞ്ചി ചായ അങ്ങോട്ട് പാസ്സാക്കി കളയാമെന്ന്. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി എടുത്ത് ക്ലീൻ ചെയ്ത് ചതുക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് കുറച്ച് തുളസിയും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ചിട്ട് കുറച്ച് വെള്ളം വറ്റിയിട്ട് കളറൊക്കെ ചേഞ്ചായി വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ശരിക്കും ഇത് 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സാക്കി വറ്റിച്ച് അങ്ങനെയൊക്കെ കുടിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു ഇത്. പക്ഷേ അങ്ങനെയൊക്കെ ഇച്ചിരി ഉണ്ടാക്കി കുടിച്ചാൽ എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഇപ്പം അത് മാത്രം പോരാ. അപ്പം ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിക്കാനാണ് ഇന്ന് എൻ്റെ പ്ലാൻ. അപ്പം മധുരം ഇല്ലാണ്ട് ഈ സംഭവം എൻ്റെ തൊണ്ടയിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങൂല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയോ പനങ്കൽക്കണ്ടോ ഒക്കെയാണ് നല്ലത്. ഈ കഫക്കെട്ടുള്ള സമയത്ത് നമ്മൾ പഞ്ചസാര ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഏലക്ക പൊടിച്ച് ചേർത്ത ചായപ്പൊടിയാണുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണം ചായക്ക്. അതാണ് എനിക്കിഷ്ടം. ഇനിയിപ്പോൾ ഫ്ലേവർ ഇല്ലാത്ത ചായ ആണെങ്കിൽ നാം കുടിക്കും, അത്രയേ ഉള്ളൂ. അത് മാത്രമേ തമ്പുരാട്ടി കുടിക്കുമോ എന്നൊന്നും ചോദിക്കണ്ട. അപ്പോൾ ഇത് കുറച്ച് കടുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കി തിളപ്പിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് എപ്പോഴും തള്ളാൻ എളുപ്പം പുട്ടാണല്ലോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഒരു ഉഡായിപ്പ് പുട്ട്. അതായത് ഇതിൽ നമ്മൾ തേങ്ങ ഇട്ടിട്ടില്ല. കാരണം എനിക്ക് നല്ല തലവേദനയും കൂടെ ഉണ്ട്. തലേന്നും കുത്തി ഇളക്കാൻ വയ്യാത്തതുകൊണ്ടേ ഞാനിന്ന് തേങ്ങ എടുക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെയൊക്കെ മതി. നമുക്ക് വയ്യാണ്ടിരിക്കുമ്പം എപ്പോഴും എളുപ്പം പുട്ടാണ്. ഇനി നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കണം. ഞാനിന്ന് എന്താ പറയുക, ഫ്രൈഡ് റൈസ് പോലത്തെ ഒരു സാധാ റൈസ് വെച്ചുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു പേരിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും കൊണ്ടുപോകാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഈ സംഭവം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. 2 മുട്ടയിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അതൊന്ന് എന്താ പറയുക ചില്ലിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ അതിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിട്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിത് സെറ്റാക്കി എടുത്തിട്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ ഒരു സവാള, ഒരു തക്കാളി, പിന്നെ പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയും സംഭവങ്ങളെ വെജിറ്റബിൾസിൽ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മളെ കയ്യിൽ ഇനിയിപ്പോൾ ക്യാരറ്റ്, ബീൻസ്, പയർ അങ്ങനെ എന്തുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ചിലപ്പം പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മറ്റേ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത് അതായത് ഒരുപാടങ്ങ് വഴന്ന് കരിഞ്ഞ് അങ്ങനെ പോകണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കണം. വെജിറ്റബിൾസ് ഒരുപാട് ഇടാത്തതുകൊണ്ട് അതിങ്ങനെ ചെറുതായിട്ട് കടിച്ച ഒരു രസമാണല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിപടലങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. പൊടിപടലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സംഭവമൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത്രേ ചേർത്തുള്ളൂ. വേണമെങ്കിൽ ഗരം മസാല ഇടാം, വലിയ ജീരകം പൊടിച്ചതിടാം, കുരുമുളക് പൊടി ഇടാം. അതൊക്കെ ഓരോ മൂടനുസരിച്ചിട്ടും സാധനങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ചുമാണ് ഞാൻ ചേർത്ത് കൊടുക്കാറ്. ഇന്നിപ്പോൾ ഇത്രയൊക്കെ മതി. ഒന്നാമത് ഇന്നൊരു ഉഡായിപ്പ് ഡേ ആണ്. എല്ലാം തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് ഒപ്പിച്ചെടുക്കുക, അത്ര തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നമ്മൾ മുട്ട ചില്ലിയാക്കി വെച്ചതും ചേർത്ത് അവർക്ക് 2 പേർക്ക് മാത്രം കൊണ്ടുപോകാനുള്ള ആ ക്വാണ്ടിറ്റിയിലുള്ള ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഇടയായിട്ട് ചെറിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു വീക്കിൽ ഒരു ഡേ എനിക്കൊരു ഓഫ് തരണം. അതായത് ഇവർക്ക് വെള്ളിയാഴ്ച മദ്രസ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ആ ഒരു ഡേയിൽ ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കി തരില്ല. അന്ന് സ്കൂളിൽ നിന്ന് കഴിച്ചോണം. ഗവൺമെൻറ് സ്കൂളാണല്ലോ, അവർക്ക് അവിടെ നല്ല ഫുഡുണ്ട്. പിന്നെ മനുവിന് അങ്ങനെ ഫുഡ് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കിങ്ങനെ
ഫുഡ് എന്ന് പറയുന്ന സംഭവം കുട്ടികൾ എന്തെങ്കിലും ചെയ്യട്ടെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ രാവിലെ എണീറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചത് എനിക്കൊരു ഓഫ് വരുമോടാ ഒരു വെള്ളിയാഴ്ച, ഇങ്ങനെ എനിക്ക് കുറച്ച് സമയം മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഒരു 7 മണി 7:30 വരെ എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി. അപ്പം ഞാൻ ഇന്നലെ വെനസ്ഡേ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് സ്കൂളിൽ നിന്ന് വാങ്ങുമോ എന്ന് വെച്ചിട്ട്, സ്കൂൾ തുറന്നതിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് വാങ്ങുന്നത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എക്സ്ക്യൂസ് ചോദിച്ചപ്പോൾ എന്നോട് പറയണേ വീക്കിൽ ഒരു ഡേ ആണ് പറഞ്ഞത്, അത് ഇന്നലെ കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കില്ല. അപ്പം പിന്നെ ഞാൻ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത്. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടാക്കിപ്പിക്കാറ്. എനിക്ക് സ്കൂളിൽ ഫുഡ് ഉണ്ടെങ്കിലും ഞാനൊക്കെ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും എൻ്റെ വീട്ടിൽ ഞങ്ങളെ നോക്കാനായിട്ടൊരു ഇത്താത്ത ഉണ്ടായിരുന്നു. അവർ പിന്നെ എൻ്റെ കസിൻസൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വന്നിട്ട് ചോറൊക്കെ വാരിത്തരുമായിരുന്നു സ്കൂളിൽ വന്നിട്ട്. അത്രയ്ക്ക് ഞാൻ പണിയെടുപ്പിച്ചിട്ടുണ്ട് എല്ലാവരെ കൊണ്ടും. അപ്പം ഞാൻ ഇതെല്ലാത്തിൻ്റെ അപ്പുറം അനുഭവിക്കണം. ഇതിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാലേ, സാധാരണ ഞാനിവിടെ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെക്കൽ എനിക്ക് തോന്നുന്ന രീതിയിൽ കുറച്ച് അത് വാങ്ങാം കുറച്ച് ഇത് വാങ്ങാം അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ഒരു 2 വീക്സൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഐഡിയ പ്ലാനൊക്കെ മാറും. അപ്പം എനിക്ക് പെട്ടെന്ന് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ച് കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് ഒരു 2 വീക്സിനുള്ളത് ഉണ്ടാക്കുക അല്ലെങ്കിൽ 1 വീക്കിനുള്ളത് ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടി സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാമെന്ന്. ഞാൻ സാധനം വാങ്ങിക്കാൻ അധികം പോവാറില്ല. അവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് അയച്ചു കൊടുത്താൽ അവരിവിടെ സാധനം എത്തിക്കലാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ പെട്ടെന്നുള്ള ഇതിന് ഓടേണ്ടി വരുമല്ലോ. എനിക്ക് ഓടാൻ പറ്റില്ല. ഞാനിവിടെ ഇരിക്കുകയേ ഉള്ളൂ എന്താഗ്രഹം വന്നാലും. അപ്പം ഞങ്ങൾ ഈവനിങ് ആയപ്പം ചേട്ടന്മാർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തോട്ട് ഇറങ്ങാം. കുറേ ആയി പുറത്തോട്ട് ഇറങ്ങിയിട്ട്. വേറെ ഒന്നുമല്ല, ചെറുതായിട്ടൊന്നൊരു ATM പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ATM പോയി എന്താ വെച്ചാൽ എൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ലിക്വിഡ് മണി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ATM പോയി. പിന്നെ ഒരു ഷവർമയും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ഇങ്ങനത്തെ പരിപാടിയൊന്നും എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.